Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സ് പിന്നെ ഹോബി സർക്യൂട്ട്സിലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തൊരു സീരീസ് ടെസ്റ്റ് ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലൊന്ന് രണ്ട് പേര് ഇങ്ങനെ ഒരു വിളിച്ച് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കാമോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അത് ചെയ്ത് കാണിക്കുന്ന മെത്തേഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത്. ആ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 2A സ്വിച്ച് SPDTയും ഒരു സോക്കറ്റും ഒരു ഹോളും ഇട്ട ഒരു 8x4 ഒരു ഹൈലം ഷീറ്റുണ്ട്. അതിൻ്റെ തന്നെ ഒരു ബോക്സ് ഉണ്ട്, ഒരു ടെസ്റ്ററുണ്ട്, ഒരു സ്റ്റാറും മൈനസും കൂടെ ഒരുമിച്ച് വരുന്ന സ്ക്രൂ ഡ്രൈവറുണ്ട്, ഒരു സാധാരണ കോമ്പിനേഷൻ പ്ലെയറുണ്ട്, ഒരു വയർ സ്ട്രിപ്പറുണ്ട്, ഒരു ടെസ്റ്റ് ലാമ്പ് പോലത്തെ ഒരു ബൾബും ഹോൾഡറും ഉണ്ട്. ഇനി ഒരു കോഡ് വയറും അതോടൊപ്പം ഒരു ട്രീറ്റും ടോപ്പ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും. ഇനി ഇപ്പോൾ നമുക്ക് 8x4 ഹൈലത്തിൽ ഫിറ്റ് ചെയ്യാൻ ഈ ഹോളിലേക്ക് നമുക്കൊരു സ്റ്റഡി ബാറ്റേൺ ഹോൾഡറിനെ, അതിൻ്റെ വയർ ഞാൻ ഇളക്കി വെച്ച് 2 വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റഡി ബാറ്റേൺ ഹോൾഡറിനെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അടപ്പ് കൊണ്ട് അതിനെ തിരിച്ച് അടയ്ക്കുക. ഓക്കെ. ഹോൾഡർ പഴയ മോഡലായതുകൊണ്ട് തന്നെ അതിനകത്തൊരല്പം ടൈറ്റുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഫിറ്റ് ചെയ്യാനൊരല്പം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അത് ഞാനിപ്പോൾ അത് ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഞാൻ സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ കണക്ഷൻ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഈ ബോക്സിൽ ഞാനൊരു ഹോള് ചെയ്തിട്ടുണ്ട്. ഈ ഹോളിനകത്തുനിന്ന് വരുന്നത് നമ്മുടെ വയർ, കോഡ് വയർ കണക്ട് ചെയ്യാനാണ്. ഞാൻ ആ കോഡ് വയർ ഇതിനകത്തേക്ക് ഫേസ് നോട്ടിലെടുത്ത് 3 വയറും വരുന്ന കോഡ് വയർ ഞാനകത്തേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മുകളിലേക്ക് കയറ്റി ഞാൻ ഫ്രീ ആക്കി എടുത്തിട്ട് നമ്മുടെ ഫേസ് വയർ മുമ്പ് വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഫേസ് വയർ നമ്മുടെ ഈ 2A സ്വിച്ചിൻ്റെ SPDTയുടെ സെൻറ്റർ പോയിൻറ്റിലേക്ക് ഞാനിങ്ങനെ കണക്ട് ചെയ്തു. സെൻറ്ററിലേക്ക് കോമൺ ടെർമിനലിലേക്ക് ഞാനിങ്ങനെ കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ന്യൂട്രൽ ഞാൻ നമ്മുടെ ഇതിൻ്റെ സോക്കറ്റിൻ്റെ ഫേസ് ചെയ്ത് വരുന്ന ലെഫ്റ്റ് സൈഡ് പിന്നിലേക്ക് കണക്ട് ചെയ്തു. അതൊരു IS റൂളാണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് I റൂളാണ്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കണക്ട് ചെയ്തു. ഇനി സോക്കറ്റിൻ്റെ മുകളിലത്തെ ടെർമിനൽ നമ്മൾ എർത്ത് വയർ കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ഞാൻ അതിനകത്ത് കണക്ട് ചെയ്തു. ഇനി ഹോൾഡറിൽ നിന്നുള്ള ഒരു വയറും, ഞാനിതങ്ങോട്ട് മാറ്റി വയ്ക്കാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, ഹോൾഡറിൽ നിന്നുള്ള ഒരു വയറും നമ്മുടെ സോക്കറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വയറും കൂടെ ഞാനിങ്ങനെ എടുത്ത് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഞാനിങ്ങനെ നന്നായിട്ട് ജോയിൻ ചെയ്തിട്ട് അതിനെ SPDTയുടെ താഴത്തെ ടെർമിനലിൽ ഞാൻ കൊടുത്തു. അതിനകത്ത് 2 വയർ ഒരുമിച്ച് വന്നുകൊണ്ടായിരിക്കാം ഒരല്പം ടൈറ്റുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ കൊടുത്തു. അതിനെ ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്തു. ഓർമ്മിക്കുക, SPDTയുടെ താഴത്തെ ടെർമിനൽ. ഇനി മുകളിലത്തെ ടെർമിനൽ, ഇപ്പോൾ ഈ ബാലൻസ് വന്ന വയറിനെ ഞാൻ ഇവിടെ നമ്മുടെ സോക്കറ്റിൻ്റെ ഫേസ് പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. സോക്കറ്റിൻ്റെ ഫേസ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡാണ്. അപ്പോൾ അവിടുത്തെ ആ ഫേസ് പോയിൻറ്റിലേക്ക് ഞാൻ കണക്ട് ചെയ്യും. ഇനി ഒരു വയർ ബാക്കിയുണ്ട്. നമുക്ക് ആകെപ്പാട് ഒരു ടെർമിനലും ബാക്കിയുണ്ട്. SPDTയുടെ താഴത്തെ ടെർമിനൽ, ലാമ്പിൻ്റെ അടുത്ത ടെർമിനൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഞാൻ ആ സ്വിച്ചിൻ്റെ താഴത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കേണ്ട വേറൊന്നുമില്ല. ഇവിടെ ഞാൻ ഈ സോക്കറ്റ് ഇത് സ്വിച്ച് മുകളിലേക്കാണെങ്കിൽ സെൻറ്റർ ടെർമിനലും ഇതുമായിട്ട് കണക്ഷൻ. അപ്പോൾ ഞാൻ ഈ സോക്കറ്റ് കണക്ട് ചെയ്യുന്ന സാധനത്തിന് ഈ ബൾബ് വഴി ഈ തിരിച്ച് ഇവിടെ വരുന്നു. ഈ മുകളിൽ നിന്നുള്ള വയർ ഇതിപ്പോൾ മുകളിലാണ്. ഇതാണ് മുകളിലത്തെ ടെർമിനൽ. അപ്പോൾ മുകളിലത്തെ ടെർമിനൽ നേരെ തേച്ച് വന്നിട്ട് ബൾബ് വഴി നേരെ ഇതിനകത്തൂടെ നമുക്ക് നേരെ സോക്കറ്റിലേക്ക് പോയി ഇനി സോക്കറ്റിൻ്റെ സാധനത്തിന് സീരിയസ് ആയിട്ട് കണക്ട് ആയി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അത് താഴേക്കാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. സ്വിച്ച് താഴേക്കാകുമ്പോൾ ഈ ഫേസ് ഡയറക്റ്റ് തന്നെ ഇവിടെ കിട്ടിയിട്ട് അത് സോക്കറ്റിലേക്ക് പോകും. ഈ ഹോൾഡറിൽ വന്നിട്ട് കാര്യമില്ല, കാര്യം തിരിച്ച് ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ താഴെ ഡയറക്റ്റ് സോക്കറ്റ് കിട്ടും. അപ്പോൾ പാരലാവും. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെ പിടിക്കാം? അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്യും. ആ കേബിൾ ടൈ എടുത്ത് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇത് വലിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് നമ്മളിതിനെ നേരെ
ഭംഗിയായിട്ട് നമ്മളതിനെ തിരിച്ചൊന്ന് വെട്ടിയിട്ട് അതിനെ ഒരല്പം നീളം കൂട്ടി തന്നെ അങ്ങ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ഹോളിൽ കൂടെ കടന്ന് പോകാതിരിക്കാൻ വേണ്ടി വലിക്കുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ തന്നെ നേരെ താഴോട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ഇനി അത് തിരിച്ച് വരത്തില്ല, അവിടെ നിർത്തിക്കൊണ്ട് നമ്മളിതിനെ താഴേക്ക് വെച്ച് കറക്റ്റ് ആ സ്ക്രൂ ഹോളിലോട്ട് വെച്ച് നമ്മുടെ സ്ക്രൂസ് ഉപയോഗിച്ച് നമുക്കങ്ങ് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അതിനെ ഫിനിഷ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്കിനി മറ്റെന്തെങ്കിലും ഒരു ഉപകരണം കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പാരലൽ എങ്ങനെയാണ് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ സോക്കറ്റിലേക്ക് എൻ്റെ ടോപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കുകയാണ്. ഇത് പാരലൽ, അതായത് ഇപ്പോൾ സീരീസാണിത്, താഴേക്ക് ആകുമ്പോൾ പാരലാണ്. അപ്പം ഞാൻ പാരലിൽ നമുക്ക് സപ്ലൈ ഉണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ സീരീസിലേക്ക് ഇട്ടുകൊണ്ട് തന്നെ ഞാനിത് പാരലിലേക്കാക്കി. ഓക്കെ, നമ്മുടെ ലാമ്പ് റൈറ്റ് സീരീസ് ലാമ്പ് കത്താത്തതിൻ്റെ കാര്യം ഇവിടെ ഒരു ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി ഒരു ബൾബ് കൂടെ ഇവിടെ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പാരലിൽ നിൽക്കുന്ന സാധനം ഇനി അതിനെ ഞങ്ങൾ ഇങ്ങനെ സീരീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഞാനിപ്പോൾ സീരീസിലേക്ക് മാറ്റി കേട്ടോ, 2 ലൈറ്റ് ഡിമ്മായി. അതായത് ഞാനിപ്പോൾ ഈ ബൾബ് ഊരി മാറ്റുകയാണെങ്കിൽ അത് ഓഫായി. കാര്യം ഇത് സീരീസ് ആയിട്ടാണ് പോകുന്നത്. സീരീസിൽ ഒരെണ്ണം ബ്രേക്ക് ആയാൽ മതി. ഇപ്പോൾ ഞാനിത് ബൾബ് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് പകരം നമ്മൾ ഏത് ലോഡാണോ കണക്ട് ചെയ്യുന്നത് ആ ലോഡ് ഈ ബൾബിന് സീരീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു ഷോർട്ട് സർക്യൂട്ട് കാണിക്കാം. നമുക്കൊന്ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് ഇപ്പോൾ ഞാൻ ഒരു വയറിട്ട് ഇതിന് ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ താഴോട്ട് ഓൺ ചെയ്താൽ അപ്പോഴേ വെടി കേൾക്കും, കാര്യം പാരലായിപ്പോൾ. ഇപ്പോൾ സീരീസാണ്, ഞാൻ ഈ ബോർഡൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമുക്ക് എങ്ങനെയൊന്ന് അതായത് കണ്ടോ ലൂസ് ആയതുകൊണ്ടാണ് ഉണ്ടോ. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് താഴോട്ടാക്കുകയാണെങ്കിൽ ഒരു ഷോർട്ടാവും, എല്ലാം കൂടെ വെടിയേക്കും. ഇപ്പോൾ സീരീസാണ്, ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് ഷോർട്ടാണെങ്കിൽ ഇതുപോലെ ഫുൾ ബ്രൈറ്റായിട്ട് കത്തും. അല്ലെങ്കിൽ ഈ ബൾബിനേക്കാളും ഒരുപാട് പവറുള്ള ലാമ്പാണെങ്കിലും അത് ബ്രൈറ്റായിട്ട് കത്തും. അല്ലാത്ത കളയങ്ങളെല്ലാം ഡിമ്മായിട്ട് തന്നെ ഈക്വലായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പോൾ മാറ്റിയാൽ ലൈറ്റ് ഓഫായി. അതേസമയം ഞാൻ അതേ കണ്ടീഷനിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ലാമ്പ് കണക്ട് ചെയ്യണമെങ്കിൽ രണ്ടും സീരീസായി. ഇതാണ് നമ്മുടെ സീരീസ് ടെസ്റ്റ് ബോർഡിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു.